വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് GSTയുടെ ഒരു ലെക്ചർ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ലെക്ചർ സീരീസിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫസ്റ്റ് പാർട്ടിന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇനിയും വരുന്ന വീഡിയോസ് എല്ലാം തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത്. ലെക്ചർ സീരീസിന്റെ പാർട്ട് 1 മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബേസിക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് GST. അതായത് GSTയുടെ ഒരു ബേസിക് ഫാക്ട്സ് മാത്രം, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ GST എന്താണെന്ന് നമുക്ക് നോക്കാം. GSTയുടെ ബേസിക് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത് എന്താണ് GST എന്നുള്ളതാണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് GST. സോ GSTയുടെ മീനിങ് എന്താണെന്ന് നോക്കാം. ആദ്യം GSTയുടെ ഫുൾ ഫോം എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. GST സ്റ്റാൻഡ്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നുള്ളതാണ് GSTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി എന്താണ് GST എന്ന് നോക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് GST. GSTയുടെ മീനിങ് എന്താണ് എന്നുള്ളത് GSTയുടെ ടൈറ്റിലിൽ തന്നെ ആക്ച്വലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇറ്റ് ഈസ് എ ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. അതായത് ഗുഡ്സുകൾ അല്ലെങ്കിൽ സർവീസസ്, അല്ലെങ്കിൽ ഇത് രണ്ടും സപ്ലൈ ചെയ്യുമ്പോൾ ഗവൺമെന്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന നികുതിക്ക് പറയുന്ന പേരാണ് GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നുള്ളത്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ടൈറ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് GST എന്നുള്ളത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് എ ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഗുഡ്സുകളോ സർവീസസോ അല്ലെങ്കിൽ ഇത് രണ്ടും സപ്ലൈ ചെയ്യുമ്പോൾ ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് GST എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി GSTയുടെ ഹിസ്റ്ററിയിൽ നമ്മൾ ഏറ്റവും അധികം ഓർത്തിരിക്കേണ്ട ഒരു ഡേറ്റ് ആണ് നമ്മൾ ഇനി ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇന്ത്യയിൽ GST ഇംപ്ലിമെന്റ് ചെയ്ത ഡേറ്റ്, അല്ലെങ്കിൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 1, 2017 ആണ്. 2017 ജൂലൈ 1 തീയതിയാണ് ഇന്ത്യയിൽ GST ഇംപ്ലിമെന്റ് ചെയ്ത ഡേറ്റ്. 2017 മുൻപേ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ എല്ലാം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഫ്രം ദ ഇയർ 2000 ഓൺവേർഡ്സ് GSTയുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ, അതിന്റെ പേപ്പർ വർക്കുകൾ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഫൈനലി ഇംപ്ലിമെന്റ് ചെയ്ത ഡേറ്റ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. ദാറ്റ് ഈസ് ഓൺ ജൂലൈ 1, 2017. അപ്പോൾ GSTയുടെ മീനിങ്ങും GST ഇംപ്ലിമെന്റ് ചെയ്ത ഡേറ്റ് എന്നാണ് എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി GSTയുടെ കൂടുതൽ ഫാക്ട്സിലേക്ക് നമുക്ക് പോവാം. ദാറ്റ് ഈസ് GST ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പൊ എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് നമുക്ക് നോക്കാം. സോ എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നതിന് മുൻപ് നമുക്ക് ആദ്യം നോക്കാം. ഇന്ത്യയിൽ 2 തരം ടാക്സുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഡയറക്റ്റ് ടാക്സ്, രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് ടാക്സ്. അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ നമുക്ക് ആദ്യം ഡയറക്റ്റ് ടാക്സ് നോക്കാം. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് പേയറുടെയും ഗവൺമെന്റിന്റെയും ഇടയിൽ ഒരു ഇന്റർമീഡിയറി ഇല്ലെങ്കിൽ അതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. ടാക്സ് പേയറിന്റെയും ഗവൺമെന്റിന്റെയും ഇടയിൽ ഒരു ഇന്റർമീഡിയറി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് ദ ടാക്സ് പേയർ പേസ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഡയറക്ട്ലി ടു ദ ഗവൺമെന്റ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻകം ടാക്സ്. നമുക്ക് എത്രയാണോ ഇൻകം, നമ്മുടെ ഇൻകത്തിനെ ബേസ് ചെയ്ത് നമ്മൾ തന്നെ ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. എത്രയാണോ ഒരു വർഷത്തെ നമ്മുടെ ആനുവൽ ഇൻകം, അതിനെ ബേസ് ചെയ്ത് ഗവൺമെന്റിലേക്ക് നമ്മൾ ഡയറക്ട്ലി പേ ചെയ്യുന്നതാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് പേയറിന്റെയും ഗവൺമെന്റിന്റെയും ഇടയിൽ അവിടെ ഒരു ഇന്റർമീഡിയറി ഇല്ല, അല്ലെങ്കിൽ ഒരു മിഡിൽമെൻ അവിടെ ഇല്ല. സോ അങ്ങനെയുള്ള ടാക്സുകളെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് പേയറുടെയും ഗവൺമെന്റിന്റെയും ഇടയിൽ ഒരു ഇന്റർമീഡിയറി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം ടാക്സ് പേയറിന്റെയും ഗവൺമെന്റിന്റെ ഇടയ്ക്ക് ഒരു മിഡിൽമെൻ ഉണ്ട്. അങ്ങനെയുള്ള ടാക്സുകളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. സോ GST എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതായത് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നത് സെല്ലർ അല്ലെങ്കിൽ മാനുഫാക്ചർ ആയിരിക്കും. ഇവരാണ് ഗവൺമെന്റിലേക്ക് GSTയുടെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്.
അല്ലാതെ കൺസ്യൂമർ ഡയറക്ട്ലി GSTയുടെ എമൗണ്ട് ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കുവാണെങ്കിൽ തന്നെ അതിൽ ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ ആ എമൗണ്ട് പേ ചെയ്യുന്നത് ആ സെല്ലർക്കാണ്. സെല്ലറാണ് അൾട്ടിമേറ്റ്ലി ഗവൺമെന്റിലേക്ക് ടാക്സിന്റെ എമൗണ്ട് പേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് GSTനെ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ GST എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അപ്പൊ എന്താണ് ഈ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് നോക്കാം. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്നും പറയാം, അല്ലെങ്കിൽ നമുക്ക് കൺസംഷൻ ബേസ്ഡ് ടാക്സ് എന്നും GSTയെ പറയാവുന്നതാണ്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ഓർ കൺസംഷൻ ബേസ്ഡ് ടാക്സ്. എന്തുകൊണ്ടാണ് GSTയെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് വിളിക്കുന്നത് എന്നുള്ള ഒരു ഉദാഹരണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഒരു ടോയ് ഗുജറാത്തിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു ടോയ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. മാനുഫാക്ചർ ചെയ്തത് ഗുജറാത്തിലാണെന്ന് വിചാരിക്കുക. മാനുഫാക്ചർ എല്ലാം കഴിഞ്ഞ് പല പല സ്റ്റേറ്റുകളിലേക്ക് അത് പോലും ഫൈനലി കർണാടകയിൽ നിന്ന് ആണ് ആ ടോയ് സെയിൽ നടത്തിയത്. ആ ടോയ് വിറ്റുപോയത് കർണാടക സ്റ്റേറ്റിലാണ് എന്ന് വിചാരിക്കുക. GST കളക്ട് ചെയ്യാനുള്ള റൈറ്റ് കർണാടകയ്ക്കായിരിക്കും, ഗുജറാത്തിലല്ല. അതായത് കൺസംഷൻ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫൈനൽ പോയിന്റ് എവിടെയാണോ, ഫൈനൽ കൺസംഷൻ ഏത് സ്റ്റേറ്റിലാണോ നടന്നത് ആ സ്റ്റേറ്റിനായിരിക്കും GST കളക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളത്. നമ്മൾ ഈ എക്സാമ്പിളിൽ പറഞ്ഞു ടോയ് മാനുഫാക്ചർ ചെയ്തത് ഓഫ് കോഴ്സ് ഗുജറാത്തിലാണ്, പക്ഷെ ഗുജറാത്ത് സ്റ്റേറ്റിനല്ല, അല്ലെ ഗുജറാത്ത് സംസ്ഥാനം GST കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. എവിടെയാണോ ആ ടോയ് ഫൈനലി സെയിൽ ചെയ്ത് അല്ലെങ്കിൽ എവിടെയാണോ സപ്ലൈ നടന്നത്, നമ്മൾ പറഞ്ഞു GSTയുടെ മീനിങ്ങിൽ നമ്മൾ പറഞ്ഞു സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. അപ്പൊ എവിടെയാണോ സപ്ലൈ നടന്നത്, ആ ടോയ് എവിടെയാണോ സെയിൽ നടന്നത്, ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിനായിരിക്കും GST കളക്ട് ചെയ്യാനുള്ള റൈറ്റ്. അതുകൊണ്ടാണ് അതിനെ അല്ലെങ്കിൽ GSTനെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ കൺസംഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. എവിടെയാണോ ഫൈനൽ കൺസംഷൻ അല്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആ സ്റ്റേറ്റിനായിരിക്കും GST കളക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി GST കൗൺസിൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും എടുക്കാൻ റൈറ്റ് ഉള്ള ആ ഗവേണിംഗ് ബോഡിക്കാണ് നമ്മൾ GST കൗൺസിൽ എന്ന് പറയുന്നത്. അതായത് GSTയെ ഗവേൺ ചെയ്യുന്ന ഒരു ഗവേണിംഗ് ബോഡിയാണ് നമ്മൾ GST കൗൺസിൽ എന്ന് പറയുന്നത്. GSTയുടെ ടാക്സ് റേറ്റ്സ് ഡിസൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ ഗുഡ്സുകളാണ് GSTയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഗുഡ്സുകളാണ് നമ്മൾ എക്സംപ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ GST ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഡിസിഷൻസും എടുക്കുന്ന ഗവേണിംഗ് ബോഡിയെയാണ് നമ്മൾ GST കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ബാങ്കുകളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഇഷ്യൂസും നമ്മൾ ഡീൽ ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഗവേണിംഗ് ബോഡി. അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഗവേൺ ചെയ്യുന്നത് SEBI ആണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ലൈക്വൈസ് GSTയുടെ ഗവേണിംഗ് ബോഡിയാണ് നമ്മൾ GST കൗൺസിൽ എന്ന് പറയുന്നത്. എന്താണ് GST കൗൺസിൽ എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ ടാഗ് ലൈൻ അല്ലെങ്കിൽ GST എന്ന് പറഞ്ഞാൽ അതിന്റെ ഒപ്പം നമ്മൾ പറയേണ്ട ഒരു ടാഗ് ലൈൻ ആണ് വൺ നേഷൻ വൺ ടാക്സ്. അതായത് ഇന്ത്യയിൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജൂലൈ 1, 2017 നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഈ ജൂലൈ 1, 2017 GST ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല ടാക്സുകളും റീപ്ലേസ് ചെയ്തിട്ടാണ് GST ഇംപ്ലിമെന്റ് ചെയ്തത്. അതായത് ഒരു രാജ്യത്തിന് ഒരു നികുതി മതി എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് GST ഇംപ്ലിമെന്റ് ചെയ്തത്. സോ GSTയുടെ ടാഗ് ലൈൻ ആണ് വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറയുന്നത്. GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് പറയുമ്പോൾ നമ്മൾ ഒപ്പം മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് GST ഈസ് എ വൺ നേഷൻ വൺ ടാക്സ്. ലാസ്റ്റ് പോയിന്റ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ ടാക്സബിൾ ഇവന്റ് എന്താണെന്നുള്ളതാണ്. GSTയുടെ എല്ലാ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാവുന്ന ഒരു കോമൺ വേർഡാണ് എന്താണ് ടാക്സബിൾ ഇവന്റ് അല്ലെങ്കിൽ ടാക്സബിൾ ഇവന്റ് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതായത് ടാക്സബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്.
നമ്മൾ ഓൾറെഡി മീനിങ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ടാക്സ് കൊടുക്കേണ്ടി വരുന്ന എപ്പോഴാണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് അല്ലെങ്കിൽ ഇത് രണ്ടും സപ്ലൈ ചെയ്യുമ്പോഴാണ് GST കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നമ്മൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടത്. സോ ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. എന്താണ് ടാക്സബിൾ ഇവന്റ് എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ലെക്ചേഴ്സിന്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു GST യുടെ മീനിങ്, ദാറ്റ് ഈസ് ഇറ്റ് ഇസ് എ ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ദെൻ GST ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഡേറ്റ് ജൂലൈ 1, 2017. ആൻഡ് GST is an indirect tax. അതായത് ടാക്സ് പെയറുടെയും ഗവൺമെന്റിന്റെയും ഇടയിൽ ഒരു ഇന്റർമീഡിയറി ഉണ്ടെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ആൻഡ് GST is an indirect tax. അതുപോലെ തന്നെ GST is a destination based or consumption based tax because GST is charged at the point of consumption, not at the point of origin. Finally എവിടെയാണ് ഗുഡ്സ് കൺസ്യൂം ചെയ്തത് ആ സ്റ്റേറ്റിനാണ് GST കളക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ GST ഒരു കൺസംഷൻ ബേസ്ഡ് ടാക്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ GST ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും എടുക്കാൻ റൈറ്റ് ഉള്ള അല്ലെങ്കിൽ GST യുടെ ഗവേണിംഗ് ബോഡിയെ നമ്മൾ GST കൗൺസിൽ എന്ന് പറയുന്നു. ദെൻ GST യുടെ സ്ലോഗൻ ഓർ GST യുടെ ലോഗോ അല്ലെങ്കിൽ GST യെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് യൂസ് ചെയ്ത സ്ലോഗനാണ് വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറയുന്നത്. ദെൻ the taxable event in GST is supply. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസുകൾ സപ്ലൈ ചെയ്യുമ്പോഴാണ് GST നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. സോ the taxable event in GST means supply. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ ഈ ബേസിക് ഇൻട്രൊഡക്ടറി വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ലെക്ചർ സീരീസിന്റെ പാർട്ട് 2 അടുത്ത ആഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.